ഇന്ന് ലക്ഷ്മി കൈവരിച്ച ഈ നേട്ടം ഈ നാടിന്റെ പ്രോത്സാഹനത്തിന്റെ ഫലമായിട്ടാണെന്ന് മനസ്സിലാക്കുന്നു. നാടിന് മുതൽക്കൂട്ടായി ഇനിയും അംഗീകാരങ്ങൾ ലക്ഷ്മിയെ തേടി വരട്ടെ എന്ന് ഞാൻ ഹൃദയം നിറഞ്ഞ് ആശംസിക്കുന്നു. ആഹ്ലാദാരവങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ഗ്രാമത്തിൽ സങ്കടകരമായ മറ്റൊരു കാര്യം കൂടി നമ്മുടെ മുന്നിലുണ്ട്. ഒരു കൊച്ചു കുഞ്ഞിനെ നമുക്ക് നഷ്ടമായിരിക്കുന്നു. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘങ്ങൾ നമ്മുടെ കേരളത്തിൽ താവളമടിച്ചിട്ടുണ്ടെന്നുള്ള പത്രവാർത്തകളെ നിസ്സാരമായി കാണരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്ന സംഭവം. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വളരെ കരുതലോടുകൂടി വേണം നോക്കാൻ. എങ്കിലേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കൂ. അതെ, ഞങ്ങള് ചിലരൊക്കെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇരിക്കും. ആഹാ, ആളങ്ങ് ഉഷാറായല്ലോ. അതെ വൈദ്യരെ, നല്ല മാറ്റമുണ്ട്. എനിക്കെന്റെ ചെറുപ്പം അങ്ങ് തിരിച്ചു കിട്ടിയതുപോലെ. ഇതാ കണ്ടില്ലേ, പ്രകൃതി തന്നെ കനിഞ്ഞു വർഷിക്കുകയല്ലേ. ഇത് ആനന്ദിയല്ലേ? അച്ഛന് മോളെപ്പറ്റി പറയാനേ നേരമുള്ളൂ. പിന്നെ ഞാനിപ്പോ വന്നത് ഒരു സന്തോഷമുള്ള കാര്യം പറയാനാ. എന്താ? ഉദ്ദേശിച്ചതിലും വേഗത്തിൽ നിങ്ങളുടെ അസുഖം കുറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടെ താമസിച്ച് ചികിത്സ തുടരണമെന്നില്ല, വീട്ടിലേക്ക് പോകാവുന്നതേ ഉള്ളൂ. ഞാൻ തരുന്ന മരുന്നുകൾ പഥ്യം തെറ്റാതെ കഴിച്ചാൽ മാത്രം മതി. കഴിച്ചോളാം. പിന്നെ സമയം പോലെ ഇടയ്ക്കൊക്കെ ഒന്ന് വന്നു പോവുകയും ചെയ്യാം. വന്നോളാം. അങ്ങയുടെ ചികിത്സയുടെ സഹായത്തോടെ പൂർണ്ണ ആരോഗ്യവാനായി വീണ്ടും ജീവിതത്തിലേക്ക് വരാൻ കഴിഞ്ഞതിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. എന്നോട് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അന്ന് പറഞ്ഞില്ലേ, ആ മനോധൈര്യം അതാണ് എല്ലാറ്റിനും കാരണം. ഒരു ബിസിനസ്മാന്റെ മനസ്സിന് ഇത്രയും ശക്തിയുണ്ടെന്ന് എനിക്കും ഇപ്പോഴാ മനസ്സിലായത്. അപ്പോൾ ഈ ചെടി എടുത്തിട്ട് ഒന്നുമില്ലെങ്കിൽ അങ്ങേ സൈഡിലേക്ക് വെക്കാം. ശരി സാർ. രാജു, ഇവർ പോയായിരുന്നോ? രാവിലെ പോയി. ആ, ഇതൊന്ന് നേരെ വെച്ചേ. ആ, എന്താണ് ജോലിയൊക്കെ പോയിട്ടിപ്പോ അച്ഛനെ സഹായിച്ച് നടപ്പാണെന്ന് കേട്ടു. അല്ലെങ്കിൽ എപ്പോഴും അച്ഛൻ്റെ കൂടെ തന്നെയല്ലേ? അതെ, എന്റെ ജോലി പോകാൻ കാരണം എന്താണെന്നറിയോ? അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ. ഈ മുൻഷുണ്ടിയും എടുത്തുചാട്ടവും അത് മാത്രം മതിയല്ലോ. പിന്നെ വൈദ്യന്റെ മോൾക്ക് ഇത്ര ജാട പാടില്ല. ജാടയൊന്നുമല്ല, എന്റെ ജോലി പോകാൻ കാരണം ഇയാളാ. ഞാനോ? ഞാൻ എന്ത് ചെയ്തെന്നാ? എന്ത് ചെയ്തെന്നോ? പട്ടാപ്പാല ആൾക്കാർ നോക്കിക്കേ എന്നെ ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയിട്ട്. ഓ, അതോ? അതിന് ഞാൻ വിളിച്ചു കയറ്റിയതൊന്നും അല്ലല്ലോ. ഇയാൾ വന്ന് കയറിയതല്ലേ, എന്നിട്ടിപ്പോ എന്നെ കുറ്റം പറയുന്നു. നാട്ടുകാരൊക്കെ ഓരോന്ന് പറയുന്നുണ്ട്. നാട്ടുകാർ പറയുന്നതൊക്കെ സത്യമല്ലേ? അല്ലേ? ഇങ്ങനെ കിന്നാരം പറഞ്ഞുകൊണ്ടൊക്കെ എനിക്ക് സമയമില്ല. മഴ വരുന്നു, അച്ഛൻ അന്വേഷിക്കും. ഞാൻ പോവാം. അതെ, ഇനിയിപ്പോ വന്നു കയറണ്ട. ഞാൻ ഇന്നലെ കൂടി കണ്ടതാ ജോസഫേട്ടനെ. കുറേ നേരം സംസാരിച്ചു. ഇന്ന് നേരത്തോട് നേരായപ്പോഴേക്കും സെക്യൂരിറ്റി പണി ചെയ്തേ ഉള്ളൂ. എൻ്റെ പ്രായം അവന് 63 വയസ്സ്. ആ, നല്ലവരെ ദൈവം നേരത്തെ അങ്ങ് വിളിക്കും. പേടിച്ചു? ആ, കുറേ നാളായി മരുന്നൊക്കെ കഴിച്ച് നടക്കായിരുന്നു. ഇതൊക്കെ വന്നിട്ട് ചികിത്സിക്കുന്നതിൽ നല്ലതേ വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാ. അതിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ചികിത്സ ഹോമിയോപ്പതി മാത്രമാണ്. ഈ ഹോമിയോപ്പതിയിൽ വിശ്വസിച്ചാലേ എല്ലാത്തിനും മരുന്നുണ്ട്. ഹോമിയോപ്പതി കണ്ടുപിടിച്ചാരാന്നറിയാമോ? ഹാനിമാൻ. കേട്ടിട്ടുണ്ടോ? ഇല്ല. ഐക്യരക്കോണം ഹാനിമാൻ എന്നാ ഞാൻ ഈ നാട്ടിലൊക്കെ അറിയപ്പെടുന്നത്. ഐക്യരക്കോണത്തെ ഹനുമാൻ എന്നായിരുന്നെങ്കിൽ നന്നായനെ. അതെ, വൈദ്യയുടെ മകനല്ലേ? അതെ. ഒന്നിങ്ങി വന്നേ. ഇങ്ങനെയുള്ള സ്ഥലത്താണോ ഡോക്ടറെ ഈ ക്ലാസ് ഒക്കെ എടുക്കുന്നത്? അത് പിന്നെ ഞാൻ ഹോമിയോ. ഡോക്ടർക്ക് ഗുണമുള്ള ഒരു കാര്യമുണ്ട്. എന്താ? ഒന്നിങ്ങി വന്നേ. തനിക്കറിയാവോ
ഐക്കരക്കോണത്ത് കൊള്ളാവുന്ന ഒരു ഹോമിയോ ഡിസ്പെൻസറി ഇല്ല. ഞാനൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തുടങ്ങാൻ പോകുന്ന കാര്യം അറിഞ്ഞു കാണുമല്ലോ. ഇനി ഐക്കരക്കോണം അറിയാൻ പോകുന്നത് ഇന്ദുകല മദർ കെയർ ഹോസ്പിറ്റലിന്റെ പേരിലായിരിക്കും. 1-ാം മാസം ഗർഭവുമായി വന്നാൽ 9-ാം മാസം കുഞ്ഞിനെയും കൊണ്ട് പോകാം. നല്ല ഹാപ്പി ആയിട്ട് പോകാം. 5 സ്റ്റാർ 5 സ്റ്റാർ. അതിന്റെ തലപ്പത്ത് ആരെ ഇരുത്തണമെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞ പേരെന്താണെന്ന് അറിയാവോ? അറിയില്ല. എന്താ പേര്? വേദവ്യാസൻ. ആ, അത് തന്നെ. നല്ല പേരാ കേട്ടോ. എനിക്കറിയാവുന്ന പയ്യനോട് പറയല്ല സാറേ. ആ. ഇവന്റെ മനസ്സിലൊരു ബിസിനസ്സുകാരനുണ്ട്. ആഹാ. ഏത് സാഹചര്യത്തിലും കച്ചവടം ചെയ്യാൻ ഇവന് കഴിയും. ഇന്ന് ഞാൻ കണ്ടതാ. ആ, അത് തന്നെ എനിക്കും വേണ്ടത്. അല്ലാതെ ഇവനെ പോലെ ആവരുത്. ഞാൻ മോനെ പറ്റി അന്വേഷിച്ചിരുന്നു. സുകുമാരൻ വൈദ്യരുടെ മോനായിട്ട് എന്താ കാര്യം? സ്വന്തമായിട്ടൊരു സൈക്കിള് പോലും ഇല്ല അല്ലേ? അല്ല, അതല്ല. ഏതല്ലാന്ന്? ഇനിയിപ്പം അല്ല, പേരെന്താ പറഞ്ഞത്? വേദവ്യാസൻ. ആ, വേദവ്യാസൻ. നീ ഇനി അറിയപ്പെടാൻ പോകുന്നതേ ഐക്കരക്കോണത്തെ മറ്റൊരു വലിയ കോടീശ്വരൻ എന്ന പേരിലായിരിക്കും. അപ്പൊ തീരുമാനം പറ. എനിക്ക് സമ്മതം. എന്നാ എല്ലാം പറഞ്ഞതുപോലെ ഡീൽ. പിന്നെ നിന്റെ അനിയത്തി ആളൊരു കാന്താരിയാ. ഒന്ന് സൂക്ഷിക്കണം. ചെറിയൊരു ചുറ്റിക്കളി ഉണ്ടോന്നൊരു സംശയം. നിന്റെ സ്വഭാവം ഒന്നല്ല അവൾക്ക്. എന്തായാലും മനസ്സ് വെച്ചാ മതി. പിന്നെ കാണാം. ഓക്കെ, ശരി. ഓക്കെ. ഓരോരോ പേരുകൾ. ശരി സാർ. വാസുന്ധര. ഹലോ മിസ്റ്റർ വൈദ്യൻ. ഹായ് മിസ്സസ് വൈദ്യ. പറയാ പോലെ ക്യാഷ് എല്ലാം റെഡി, എല്ലാം ഓക്കെയാണ്. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ലോൺ എല്ലാം എടുക്കാൻ തയ്യാറായിട്ടുണ്ട്. മിസ്റ്റർ സുന്ദരൻ. എടുക്കൂ. ഫയലല്ല, ക്യാഷ് എടുക്കൂ. 1 2 3 4 5. ഇത് വലിയൊരു സഹായമാണ് ലാലപ്പ. നിങ്ങളൊരു നല്ല മനസ്സിന്റെ ഉടമയാ. എന്റെ മകന് ജോലി കൊടുത്തു, ഇപ്പൊ ഈ പണം തന്ന് ഞങ്ങളെ സഹായിച്ചു. ഇതൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല. വേണ്ട, ഒരിക്കലും മറക്കില്ല. മറക്കേണ്ടി വരികയില്ല. അതാണ് ലാലപ്പൻ കാണിച്ചോളാം. അല്ല മിസ്റ്റർ സുന്ദർ. യെസ് ബോസ്. ആ, നിങ്ങളുടെ മക്കൾ നന്നാവണം അല്ലേ വൈദ്യ? അവർക്കൊരു ഉത്തരവാദിത്തം വരണം. അവരെ ഒന്ന് കാണിക്കാൻ, ഒന്ന് പേടിപ്പിക്കാൻ. സുന്ദര, എടുക്ക. ഈ പേപ്പറിൽ ഒപ്പിട്ടേ. അതിന് ഇതില് ഒന്നും എഴുതി ചേർത്തിട്ടില്ലല്ലോ. എഴുതി ചേർത്തിട്ടില്ല. ബ്ലാങ്കാ. ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് വിത്ത് ലാലപ്പൻ കളിച്ചോളാം. എല്ലാം ഞാൻ പൂരിപ്പിച്ചോളാം. ഡോണ്ട് വറി, ബി ഹാപ്പി മൈ ഡിയർ. ആ, തെളിയുന്നുണ്ടല്ലോ. എക്സ്ക്യൂസ് മീ, വെറുതെ വേണമെങ്കിൽ വന്നൊരു ഒപ്പിട്ടോളൂ. അതെന്തിനാ? കുട്ടിയുടെ ഏട്ടന്മാർക്ക് ഒരു ഉഷാറ് വരട്ടെ. ഇട്ടോളൂ സുന്ദര. ഓക്കെ. വൈദ്യ പറഞ്ഞോളൂ. അത് വേണോ? ഓ വൈദ്യരെ, വേണം. ഞാൻ പറഞ്ഞില്ലേ, മക്കളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ട. തിരിച്ചടവിന് നല്ല ശുഷ്കാന്തി ഉണ്ടാവും. ഇടൂ ഇടൂ. എല്ലാം ഓക്കെ അല്ലേ? ഇത് വേണ്ട, ഇത് മതി. സുന്ദര, വൈദ്യർ ഓക്കെ അല്ലേ? അല്ലെങ്കിൽ പറയണം. എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പൊ എല്ലാം പറഞ്ഞ പോലെ വൈദ്യർ ഹാപ്പി അല്ലേ? സുന്ദര, ക്യാച്ച് ഹിം. കം ഓൺ. ഓക്കെ ബോസ്.